പടം എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസിൻ്റെ കൂടെ കണ്ടത് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? നിങ്ങളോട് ആരെങ്കിലും ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഞാനിപ്പോൾ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പറയാം ഐഡന്റിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ കണ്ടില്ലേ പടം? ആണോ? ഓക്കെ, നിങ്ങളൊരു ബാക്കി പറയാം. ഞാൻ ട്രൂ ആണ്, ഞാൻ അഭിനയിച്ച ആളോട് ഞാൻ ബയസ്ഡ് ആയിരിക്കും, ഒബ്വിയസ്ലി ബയസ്ഡ് ആയിരിക്കും. ബാക്കി നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് എനിക്ക് ആക്ഷൻ എക്സ്പീരിയൻസും ഉണ്ട്, അതേപോലെ ഇമോഷൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും ഐഡന്റിറ്റി തിയേറ്ററിൽ ஆடியன்ஸுக்கு பிடிக்கும் கண்டிப்பாக. நமக்கு ஸ்டோரி கேட்கும் போது எனக்கு தெரியும். ஸோ த ஹோல் பாயிண்ட் இஸ் டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி, அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ஆப்போசிட்டாக நான் வந்திருக்கேன். ஸோ இட்ஸ் ஐ திங்க் அகில் பால் அண்ட் அனாஸ் டன் அ வெரி குட் ஸ்டோரி. நான் நினச்ச மாதிரி, நான் கேட்ட மாதிரி ஸ்டோரி அவர் காட்டிருக்காங்க. பப்ளிக் ப்ளீஸ் பாருங்க. பிகினிங் ஆஃப் 2025 ஐ என்ஜாய்ட் த மூவி. நான் வேண்டிக்கிறேன், ஐ ஹோப் யூ ஆல் கம் அண்ட் see the movie and you all enjoy the movie too. Happy New Year to all of you. Thank you. ഒപ്പം മത്സരിച്ചാണ് നയിച്ചിരിക്കുന്നത്. ഫൈറ്റ് ഉണ്ടല്ലോ, സൂപ്പറായിട്ട്. കാരണം ARM-ന് ശേഷം പുള്ളിയുടെ വേറെ ലെവലാണ് ഇപ്പോൾ. ARM വേറെ ലെവൽ, പക്ഷേ പറയാൻ പല്ലുമാലയാണ് പുള്ളിയുടെ ടൈപ്പ് സിനിമ. തീർച്ചയായും. പക്ഷേ എന്നാൽ ഓരോ സിനിമയ്ക്ക് വേണ്ടി പുള്ളി കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് എൻ്റെ പടത്തിന്റെ വിഷയം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റ്? അവിടെ പേടിച്ചോ ഫൈറ്റ് കണ്ടിട്ട്? എന്താ പെരേര ഫൈറ്റ് കണ്ടിട്ട് പേടിച്ചിരിക്കുവായിരുന്നു. കാരണം അതുപോലത്തെ ഫൈറ്റാണ്. ഫൈറ്റിലെ ഫൈറ്റൊക്കെ ഉണ്ട്. ശരിക്കും എൻ്റെ ഡാഡിയിൽ ലോറൻസ് പെരേര ഫൈറ്റ് യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഫൈറ്റ് യാത്ര ചെയ്യാൻ കൊതിയുണ്ട് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ. കാരണം ലോഹോ സിനിമയ്ക്ക് ശേഷം, ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷം ഒരു ഫ്ലൈറ്റ് ജേണി കണ്ടത് സിനിമ തന്നെയാണ്. കാരണം റിയൽ ഐഡന്റിറ്റി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ കുറയ്ക്കുക, മറ്റേ ഒരുപാട് റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയാണ്. എന്തുകൊണ്ടും എന്തായാലും ഒരു ചർച്ചയായുള്ള സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഒരു കരിയർ ബെസ്റ്റാണ്. മകൻ മറ്റേ മാർക്കൊരു ഞെട്ടിച്ചു, അഭിമന്യു. അപ്പോൾ ഇതിൽ നമ്മുടെ തിലകൻ സാറ് ഇതിൽ ഞെട്ടിച്ചിരിക്കുന്നു. ഡയറക്ടറൊക്കെ ഗംഭീര സിനിമയാണ്. എല്ലാവരും വന്ന് കാണുന്ന മൂവി തന്നെയാണ്. ഒരു പക്ക ത്രില്ലറാണ്, എല്ലാവരും പോയി കാണാം. ഫോറൻസിക്സ് അത് വേറൊരു പടമാണ് ആക്ച്വലി. ഇതും രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതി എടുത്ത പടങ്ങളാണ്. ബട്ട് ഇതും ഒബ്വിയസ്ലി ടെക്നിക്കൽ വൈസ് ബാക്കിയുള്ള മേക്കിംഗ് രീതിയിലൊക്കെ എന്തായാലും മുന്നോട്ടുള്ള പടമാണ്. സോ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. മ്യൂസിക് വൈസ് ആണെങ്കിലും ആർട്ട് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ എല്ലാം, അഭിനയം കൊണ്ടും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയും ഇൻവെസ്റ്റിഗേഷൻ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ടോവിനോ ഗുഡ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആസ് എൻ ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിം. ആ ഫ്ലൈറ്റിൻ്റെയും കാർ ചേസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പടം ഇങ്ങനെ പോകുന്ന സ്മൂത്തായിട്ടുള്ള ഒരു ഗ്രാജുവൽ ഗ്രാഫാണ്. അത് പോയി ലാസ്റ്റ് എത്തുമ്പോൾ യെസ് ഗുഡ് ഫിലിം, നല്ലൊരു പടം കണ്ട ഫീൽ ചെയ്യും. നല്ലൊരു എൻ്റർടൈനറാണ്, ട്വിസ്റ്റ് ഓറിയൻറ്റഡ് ത്രില്ലറാണ്, മൂവിയാണ്. ക്രിസ്ത്യാനെ ചെയ്തിട്ടുണ്ട്. അർച്ചനകവിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. ഓരോ സൂപ്പർ സ്റ്റാർ വലിയ സാധ്യതയില്ല. സ്റ്റാർഡമാണ്, അഭിനയത്തെ കണ്ട സ്റ്റാർഡമാണ്. രാജാവിൻ്റെ മകളുടെ ലാലേട്ടൻ ഇങ്ങനെ വന്നു, അതേപോലെ തോന്നു വരാൻ സാധ്യതയില്ല. മാർക്കോട് അതേ ലെവലിലേക്ക് വരുന്നു. എന്തായാലും പടം നല്ലൊരു എൻ്റർടൈനറാണ്. വലിയൊരു ഹിറ്റാവും. തോന്നു വലിയ സൂപ്പർ സ്റ്റാറായി മാറും. ഷമ്മി തിലകന്റെ പെർഫോമൻസ് മേജർ രവി എല്ലാം റണ്ണൻ ചെയ്യുന്നുണ്ട്. കാരണം മറ്റേ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു മാർക്കോയിൽ കലക്കിയാണ്. അതേപോലെ ഇതിൽ നല്ല പിന്നെ സരോജ പടം പോലെ
അഭിനയിച്ചിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, വില്ലനാണ്. അപ്പോൾ മലയാളം ഇനിയും നല്ല രീതിയിൽ വില്ലൻ വേഷം ചെയ്യട്ടെ. எனக்கு மலையாளம் அவ்வளோ புரியல, ஸ்கிரிப்ட் கொடுத்தாங்கன்னா படிக்க முடியும். ரொம்ப நல்லா இருக்கு. நல்லா இருக்கு. தேங்க்யூ. அபினயோட கம்பீரமாயிட்டு. ரொம்ப நன்றி. அண்ணா ஃபைட் எல்லாம் சூப்பர். டொபினோ ஃபைட். ஆமா, அவர் ரொம்ப ஃபிட். எனக்கு நல்லா எடுத்தாங்க எனக்கு. அண்ணா ஹீரோ தானே தமிழ்ல எல்லாமே. ரொம்ப நன்றி. தேங்க்யூ. சரோஜ படம் எல்லாம் சூப்பர் தான். தேங்க்யூ. ஹரிமான் மூவி வேற லெவல். ரொம்ப நன்றி. தேங்க்யூ. ஹாப்பி நியூ இயர். ஹாப்பி நியூ இயர். தேங்க்யூ. എന്ത് ജോണറാണ് പടം? കാണൂ, കണ്ടു തന്നെ അറിയണം. അത് എല്ലാവരും കാണട്ടെ. നമ്മളിങ്ങനെ പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് കളയണ്ടല്ലോ. നല്ല സിനിമയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ടൊവിനോ ഇങ്ങനെ വരുന്നതും കഥ പോകുന്നതും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് വിചാരിക്കും ആ ക്യാരക്ടർ എന്തിനായിരുന്നു, കാരണം ഒരു റിലവൻസ് ഇല്ല ആ ക്യാരക്ടറിനായാലും. കഥ വേറെ അങ്ങോട്ടേക്കോ പോയി സെക്കൻഡ് ഹാഫിൽ. അതിൻ്റെ ഒരു നെഗറ്റീവ് ഒഴിച്ചു ചേർത്തിയ പടം ഓക്കെ, എനിക്കൊരു ആവറേജ് ആയിരുന്നു പടം.